കൊറോണ വന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ കലാകാരന്മാരും വളരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയ ഒരുപാട് പേരെയും അതുകൊണ്ട് സൂയിസൈഡ് ചെയ്തവരൊക്കെ എനിക്കറിയാം കുറേ പേരെ. അപ്പോൾ ആ സമയത്ത് ഒരു വലിയ സഹായമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ടായിരുന്നത്. അതിനൊരിക്കലും ഒരു തെറ്റായിട്ടൊന്നും ഞാൻ പറയില്ല. പക്ഷേ എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് ക്വാളിറ്റി. കാരണം ഓൺലൈൻ ക്ലാസ്സുകൾ തെറ്റാണെന്ന് പറയില്ല. ഇപ്പം ബിഗിനേഴ്സ് എന്നെ സംബന്ധിച്ച് എനിക്ക് ബിഗിനേഴ്സിനെ ഓൺലൈനിലൂടെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിന് മുന്നേ സെൻറ് തെരേസാസ് കോളേജിൻ്റെ ഒരു ഇതുപോലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഓൺലൈനിൽ. അതിലെന്നോട് ചോദിച്ചപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു, മിസ് ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, ഞാൻ പഠിപ്പിച്ച് കുറേ കുട്ടികൾ അരങ്ങേറ്റം വരെ ചെയ്യിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കുട്ടി അത് പറഞ്ഞപ്പോൾ. കാരണം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പം തന്നെ. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ എനിക്കത് പറ്റില്ല എന്നാണ് ഞാൻ എക്സ്പ്രസ് ചെയ്തത്. ഓരോരുത്തരും ഓരോ പോലെ ആയിരിക്കും. കുറേ പേര് അവരുടെ ഉപജീവന മാർഗം എന്നുള്ള രീതിയിലും ചിലപ്പം അവർക്കതിന് പ്രത്യേക ടെക്നിക്സോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള പ്രത്യേക കഴിവൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവൽ കുട്ടികൾക്ക് അത്യാവശ്യം ബേസിക്കൊക്കെ കഴിഞ്ഞ് ഒരു അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസിയാണ് ഈ ഒരു മാധ്യമം. അല്ലാത്തവരെ സംബന്ധിച്ച് എപ്പോഴും ഒരു ബേസിക്സ് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് തന്നെ പഠിച്ചാൽ നല്ലത് എന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ.